സാധാരണയായിട്ട് ഞാൻ ഉറങ്ങുന്ന ടൈമാണ് രാവിലെ 2 മണി. പക്ഷേ ഇന്ന് രാവിലെ 2 മണി ആയപ്പോൾ തന്നെ ചാടി എണ്ണീറ്റ് മുഖമൊക്കെ കഴിയും. കാരണം വെച്ചാൽ ഇന്ന് രാവിലെ 3:30 നമ്മൾ എംബ്രാന്റെ ഷോപ്പ് ബുക്ക് ചെയ്തത്. മുഖമൊക്കെ കഴിയും നമ്മുടെ രാജേട്ടനൊക്കെ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് നമ്മൾ പോകാനായിട്ട് റെഡി ആയി. വെളിയിൽ നിന്ന് വീടൊക്കെ പൂട്ടി. കാരണം വെച്ചാൽ വീട്ടുകാർ എണീക്കുന്നതിന് മുമ്പ് ഞാനാണെങ്കിൽ പോയിട്ട് തിരിച്ചു രാവിലെ 3:30 ഷോ എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ പോലും വിശ്വസിച്ചു. ബാക്കിയുള്ള 2 ടീംസിനെ കൂടി നമ്മളാണെങ്കിൽ തിയേറ്ററിലേക്ക് നേരെ പോണ വഴിക്ക് പരുമല ജംഗ്ഷനിൽ ഒരു ക്യാമറ ഉള്ളത് തന്നെ കൂടുതലുള്ള 2 ഇറക്കി അങ്ങ് നടത്തിച്ചു. ടൈം എത്രയാണെന്ന് ആലോചിച്ചോണ്ട് രാവിലെ 2:30 നമ്മൾ സിനിമ കാണാൻ വന്ന മാൾഗ്രാൻഡിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള കാർ പാർക്കിങ്ങിലോട്ട് ഫില്ല് ആയതുകൊണ്ട് മാത്രമാണ് മേളിൽ അങ്ങനെ കാർ കിടക്കുന്നത്. പിന്നെ ഈ 2 വീലർ പാർക്കിംഗ് കണ്ടാലും മനസ്സിലാവും എന്തുമാത്രം തിരക്കാണ് ഈ രാവിലത്തെ ഷോയ്ക്ക്. ലിഫ്റ്റ് ഒക്കെ കയറി നേരെ മേളിൽ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ഒട്ടും തെറ്റിയില്ല. നല്ല അടിപൊളി തിരക്കായിരുന്നു. സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. പടമൊക്കെ കണ്ട് സംഭവം എല്ലാവർക്കും ഇഷ്ടമാരെ കൊണ്ടുവിടാൻ ചെന്നപ്പോൾ ഒരു കാപ്പി അമ്മാരെ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ തിരിച്ച് കമ്പത്തറ ചെന്ന് നോക്കിയപ്പോഴത്തേനും അവിടെ വിറകും കുറച്ച് തണുങ്ങും വന്നിട്ടുണ്ട്. അങ്ങനെ തണുങ്ങെല്ലാം കമ്പത്തറയിൽ അവിടെ കഞ്ഞി വെക്കാനുള്ളടത്ത് വിറക് ഇറക്കിയിട്ട് ഇവിടെ തണുങ്ങ് ഇറക്കാനുണ്ടായിരുന്നു. അത് വെക്കാനായിട്ട് നമ്മൾ പോകും. അവിടെ ചെന്നപ്പോൾ തണുങ്ങെല്ലാം കൂട്ടിയിട്ടിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പണിയില്ല. തണുങ്ങെല്ലാം ഒന്ന് പിറക്കി വണ്ടിയിലോട്ടൊന്ന് കയറ്റിയാൽ മാത്രം മതി. അങ്ങനെ ഉള്ളതെല്ലാം പിറക്കി കയറ്റി നമ്മളും അതിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്നു. അങ്ങനെ അതെല്ലാം അവിടെ കൊണ്ടുവച്ച് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കമ്പത്തറയിൽ ഇടാൻ വേണ്ടി കുറച്ച് മണ്ണെടുക്കാന്നുള്ളത്. എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു ഫുൾ ലോഡ് വെട്ടിക്കയറ്റി എന്നുള്ള വാശിയിലാണ് ഈ ജ്യോതി. ഇങ്ങനെ നടക്കാത്ത കാര്യമൊന്നും പറയില്ലെന്ന് ജ്യോതിഷ് പിന്നെ തെളിയിച്ചിരിക്കുകയാണ്. ആ ഒരു ലോഡ് പുല്ല് പോലാശൻ ഒറ്റയ്ക്ക് വെട്ടിക്കും. പിന്നെ അത് ഞങ്ങൾ എല്ലാവരും കൂടെ കമ്പത്തറയിലേക്ക് കൊണ്ട് അങ്ങനെ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ 2 ലിറ്ററിന്റെ ഒരു സെനപ്പൊക്കെ മേടിച്ച് എല്ലാവരും ബൂസ്റ്റ് ചെയ്യാൻ. രണ്ടുപിള്ളേർ അച്ഛനാണ് ഈ ഉന്തുവണ്ടിയൊക്കെ ഇരുന്ന് സവാരി കളിക്കുന്നതെന്ന് പറഞ്ഞ വിശ്വാസം. അല്ലെങ്കിൽ വേജസ് ജസ്റ്റ് നമ്പർ എന്നല്ലേ. അങ്ങനെ വെയിൽ വളരെ കുറവായതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സോഡ കൂടെ മേടിക്കേണ്ടി വന്നു. കരിക്കൊന്ന് അപ്പുറത്തോട് കൊണ്ടുവിടാൻ പറഞ്ഞു അവൻ കണ്ടുപിടിച്ച മാർഗ്ഗമാണ്. എല്ലാം പണി എളുപ്പമായി. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് കമ്പൊക്കെ കെട്ടാൻ മേളൊക്കെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഈ കുഴിയിലേക്ക് കുഴിച്ചിടുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അങ്ങനെ കവുങ്ങൊക്കെ നാട്ടി ഇനി കെട്ടാൻ തുടങ്ങി. അതിനിടയിൽ എനിക്ക് ചെങ്ങന്നൂർ വരെ ഒന്ന് പോകണം. അവിടെ ട്രോഫി പ്രിന്റ് ചെയ്യാൻ കൊടുത്തത് മേടിക്കാൻ വേണ്ടി. അതിനെ മേടിച്ച് തിരിച്ച് കമ്പത്തറ ചെന്നപ്പോഴത്തേന് പണിയെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. 4-5 പാള ഇതുപോലെ കെട്ടുകമ്പി വെച്ചിട്ട് കെട്ടിയിട്ടാണ് നമ്മൾ കമ്പത്തിൽ കെട്ടുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ രാജ്യമാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പുള്ളിയാണെങ്കിൽ ഇപ്പം കയറിയിരിക്കുന്നത്. ശരിക്കും കമ്പ കയറി കെട്ടുന്നത് ഇവർ 2 പേരും. ഉദ്ദേശാണ് ഉണ്ണിയാണ്. കൊച്ചു പയ്യന്റെ ആത്മാർത്ഥത കണ്ടില്ല. അവനെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറം ലോഡാണ് അവൻ എടുക്കുന്നത്. അതേസമയം അവന്റെ അച്ഛനാണ് ഈ വീഡിയോയും പിടിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മുടെ സ്വന്തം ചിഞ്ചോണ്. അത്ര അണ്ണന്മാരും വേറെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നിട്ടും എന്റെ കൂടെ എണി പിടിച്ചുകൊണ്ട് വരാനായിട്ട് ഈ അമ്പോറ്റി മാത്രമേ ഉണ്ടായിരുന്നു. തൽക്കാലത്ത് തന്നെ ഇവിടെ വെച്ച് ഇന്ന് കെട്ടുന്നത് നിർത്തി. കാരണം വെച്ചാൽ 8 മണിക്ക് കയ്യൊട്ടിക്കളി തുടങ്ങാനുണ്ട്. അങ്ങനെ അതെല്ലാം നിർത്തിയിട്ട് കമ്പത്തറ എല്ലാം ക്ലീൻ ആക്കി എടുത്തോഴാണ് കയ്യൊട്ടിക്കളിക്ക് വേണ്ടിയിട്ട് ഫാർലൈറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഫാർലൈറ്റ് പോയി എടുത്തിട്ട് വന്നു ഞങ്ങൾ. അങ്ങനെ പോയി കയ്യൊട്ടിക്കളിയൊക്കെ തുടങ്ങി. കയ്യൊട്ടിക്കളിയെല്ലാം കഴിഞ്ഞപ്പോഴേ നമുക്ക് അമ്പലം ഒരുക്കാനായിട്ട് പോകണമായിരുന്നു. അങ്ങനെ പൂമാലയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അമ്പലമൊക്കെ ഒരുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അമ്പലത്തിന്റെ നാടാലും ചുറ്റോട് ചുറ്റുമൊക്കെ പൂമാലയിട്ട് നമ്മൾ അലങ്കരിച്ചിട്ട് തിരിച്ചും മന്ദിരത്തിലും കുറച്ച് ഒരുക്കൊക്കെ ഉണ്ട്. ഓക്കെ ബൈ, ബാക്കി നാളെ.